12 വയസ്സുള്ള ആൺകുട്ടിയെയും കൊണ്ട് അവൻ്റെ അമ്മയാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. ഞങ്ങൾ വലിയ വിഷമത്തോടെയാണ് ഡോക്ടറെ കാണാൻ വരുന്നത്. കാരണം ഇവനൊരു പ്രശ്നമുള്ളത്, പരീക്ഷ വരുന്ന ദിവസങ്ങളിലൊക്കെ രാവിലെ ഇവൻ ഛർദ്ദിക്കാൻ തുടങ്ങും. ഛർദ്ദിച്ചൊരു 10:30-11 മണി വരെ നിരന്തരമായ ഛർദ്ദിലാണ്. അത് കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ടതുപോലെ ഛർദ്ദിൽ അങ്ങ് നിൽക്കുകയും ചെയ്യും. പല ഡോക്ടർമാരെയും കൊണ്ട് കാണിച്ചു, പീഡിയാട്രീഷ്യൻ പരിശോധിച്ചു, ഫിസിഷ്യൻ പരിശോധിച്ചു, ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണിച്ച് എൻഡോസ്കോപ്പിയും സ്കാനും അടക്കമുള്ളതെല്ലാം ചെയ്തു. ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. രക്തപരിശോധനകളൊക്കെ ചെയ്തു, എല്ലാം നോർമലാണ്. പിന്നെയും ഇത് തന്നെ അവസ്ഥ. ഇത് കാരണം ഇപ്പോൾ അറ്റൻഡൻസ് ഇല്ല സ്കൂളിൽ, പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് സ്കൂളുകാർ പറയുന്നു. ഞാൻ ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്നത് അവന് വല്ലാത്തൊരു ടെൻഷൻ വരികയാണ് പരീക്ഷ സമയത്ത് മാത്രമാണോ ഇതെന്ന് ചോദിച്ചാൽ അല്ല. അമ്മ പറയുന്നുണ്ട്, ഇപ്പോൾ സ്കൂൾ അടച്ച് വെക്കേഷൻ കഴിഞ്ഞ് ആദ്യത്തെ ഒരാഴ്ചയും ഇതേ അവസ്ഥയാണ്. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോൾ ജൂൺ മാസത്തിൽ ആദ്യത്തെ ഒരാഴ്ച ഇദ്ദേഹം പോയില്ല, എല്ലാ ദിവസവും ഛർദ്ദി. ഓണത്തിന് സ്കൂൾ അടച്ച ശേഷം, സ്കൂൾ തുറന്ന ശേഷവും ഇതേ അവസ്ഥ തന്നെ. അപ്പോൾ ഒരു വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോഴോ പരീക്ഷ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോഴോ ഒക്കെ ഇദ്ദേഹത്തിന് തീവ്രമായ ഛർദ്ദിയാണ്. എന്നാൽ ശാരീരിക പരിശോധനകളൊന്നും ഈ ഛർദ്ദിക്ക് കാരണമായ ഒരു സംഗതിയും കണ്ടെത്താനുമില്ല. ഇതിനെയാണ് സൈക്കോജനിക് വൊമിറ്റിംഗ് അല്ലെങ്കിൽ മനോജന്യ ഛർദ്ദി എന്ന് പറയുന്നത്. നമുക്ക് മാനസിക സമ്മർദ്ദം വരുമ്പോൾ ആദ്യം നമ്മുടെ ശരീരത്തിൽ ബാധിക്കപ്പെടുന്നത് ആമാശയമാണ്. ആമാശയത്തിൽ അമ്ലത്തിൻ്റെ, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. ഇത് ചിലപ്പോൾ മുകളിലോട്ടിങ്ങനെ കയറി വരുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ഈ തീവ്രമായ മാനസിക സമ്മർദ്ദത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടായിരിക്കാം ഈ ഛർദ്ദി വരുന്നത്. ആ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കപ്പെടുന്നതോടുകൂടി അത് മാറുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് 10:30-11 മണിയാകുമ്പോൾ സ്വിച്ച് ഇട്ടതുപോലെ ഛർദ്ദി നിൽക്കുകയാണ്. വൈകുന്നേരം ഒന്നും ഒരു കുഴപ്പമില്ല. വൈകുന്നേരം ആകുമ്പോൾ ഓടി കളിക്കാൻ പോകുന്നു, കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകുന്നു, സഹോദരങ്ങളോടൊപ്പം വഴക്കിടുന്നു. ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. ഈ രാവിലെ മാത്രമാണ് ഈ ബുദ്ധിമുട്ടുള്ളത്. പലപ്പോഴും നമ്മളിത് ഒരു മാനസിക ആരോഗ്യ ചികിത്സ തന്നെ വേണ്ട ഒരു സംഗതിയാണ്. കാരണം ഇത് അവഗണിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് കൂടിക്കൂടി വന്ന് പലപ്പോഴും സ്കൂളിൽ പോകാൻ തീരെ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരെ ഇത് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനും മാനസിക സമ്മർദ്ദം മൂലം വയറ്റിലെ ആസിഡ് ഉൽപ്പാദനം കൂടുന്നത് കുറയ്ക്കാനും സഹായിക്കുന്ന ചില മരുന്നുകളുണ്ട്. ആ മരുന്നുകളുടെ സഹായം ആദ്യഘട്ടത്തിൽ വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ ഈ ആമാശയത്തിൻ്റെ താഴോട്ടുള്ള ചലനങ്ങൾ, പെരിസ്റ്റാൾസിസ്, അതിൻ്റെ വേഗത കൂട്ടാൻ സഹായിക്കുന്ന പ്രോകൈനറ്റിക്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ചില മരുന്നുകളുണ്ട്. അതും ഈ കുട്ടികൾക്ക് വളരെ ഗുണം ചെയ്യും. മരുന്നുകൾ കൊടുത്ത് ഈ രോഗലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം പൊതുവായിട്ടുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള പരിശീലനങ്ങളും ചികിത്സകളും ഇവർക്ക് ആവശ്യമാണ്. പലപ്പോഴും അബ്ഡോമിനൽ റിലാക്സേഷൻ, ഈ വയറ്റിലെ പേശികളൊന്ന് കൺട്രാക്ട് ചെയ്തിട്ട് വളരെ സാവധാനം റിലാക്സ് ചെയ്യുകയും ശ്വസന വ്യായാമങ്ങളും അടക്കമുള്ള ചില റിലാക്സേഷൻ ടെക്നിക്സ് ഇവർക്ക് വളരെ ഗുണം ചെയ്യും. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഇതിങ്ങനെ വരുന്നു, കാരണം പലപ്പോഴും ഇത് ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചിട്ട് അവർ പറയും ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള ഛർദ്ദി ഉണ്ടാകാനുള്ള കാരണങ്ങളില്ല എന്നാണ് അർത്ഥം. പക്ഷേ വീട്ടുകാർ അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇവന് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, ഇവൻ വെറുതെ ഛർദ്ദി അഭിനയിക്കുകയാണ്, ഉണ്ടാക്കുകയാണ്. ശരിക്കും ഇവർ ഇങ്ങനെ ഛർദ്ദി ഉണ്ടാക്കുന്നൊന്നുമല്ല, ഒരു മാനസിക സമ്മർദ്ദത്തിൻ്റെ പ്രതിഫലനമായി സ്വാഭാവികമായി വരുന്നൊരു സംഗതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവരുടെ 12 വയസ്സ് തൊട്ട് മുകളിലോട്ടുള്ള കുട്ടികൾക്കൊക്കെ ചിന്താവൈകല്യങ്ങൾ തിരുത്താൻ സഹായിക്കുന്ന ബൗദ്ധിക പെരുമാറ്റ ചികിത്സ, അതുപോലെ മനോനിറവ് അധിഷ്ഠിത ബൗദ്ധിക ചികിത്സ തുടങ്ങിയ ചില മനഃശാസ്ത്ര ചികിത്സകളുണ്ട്. ആ ചികിത്സകൾ വഴി നല്ല രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. നേരത്തെ സൂചിപ്പിച്ച പോലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനും ആമാശയ ചലനങ്ങളുടെ വേഗത ക്രമീകരിക്കാനും സഹായിക്കുന്ന മരുന്നുകളും കൂടെ ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഈ ഒരു അവസ്ഥയെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. നമസ്കാരം.